ഹായ് ഹലോ അഖിലാണ്. ഇന്ന് നമുക്ക് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആൻസർ എന്ന ലെവലിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. പല ആൾക്കാരും ഇപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ആപ്പിൻ്റെ യൂസ് എന്നുള്ളത്. ഞാൻ അതിനകത്ത് നമ്മൾ ഇതിൽ പല വീഡിയോസിലും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. നമ്മളൊരു സോഷ്യൽ കൊമേഴ്സ് ആപ്പാണ്. സോഷ്യൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണിത്. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സ്കിൽസ് ലിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റുകൾ ഇടാനും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇടാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി വന്നു. പക്ഷേ മറ്റ് പല ആളുകൾക്കും ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ അതിൻ്റെ ലേണിംഗ് വീഡിയോസ്, അതായത് എങ്ങനെ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം, എങ്ങനെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വേറൊരാൾക്ക് സെല്ല് ചെയ്യാം, ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ആളുകളുടെയും വലിയ സംശയമാണ് ഇത് എങ്ങനെയാണ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമ്മളൊരു കോഴ്സായിട്ട് തന്നെ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ഉടൻ പുറത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. നമുക്ക് ഖത്തർ, ഒമാൻ, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിൽ നമ്മളെ ആപ്പ് ലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരുടെ കൺട്രിയുടെ പോളിസി പ്രകാരം ഇതിനെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് ഈ പേര്. അപ്പോൾ നമ്മൾ അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ രാജ്യങ്ങളിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവരെ സെർവർ ലെവലിൽ അത് ബ്ലോക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മളെ ആപ്പ് അവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യാനും കിട്ടുകയൊന്നും ചെയ്യാത്തത്. സ്കില്ലില്ലാത്ത ആളുകൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ ആപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നൊരു എക്സ്പെക്റ്റേഷനും ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. കുറേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞതും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൃത്യമായ അവർക്കൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ സ്കില്ലുകളുള്ള കോഴ്സുകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും അത് നിങ്ങൾക്ക് എന്തായാലും ഒരു നമ്മൾ വീഡിയോ കൂടെ കിട്ടും. കൂടാതെ എങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്കിൽസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കോഴ്സസും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിന് കുറച്ച് ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഫോണുകളിലാണ് ഫുള്ളി ഫങ്ഷണലായിട്ട് വർക്ക് ആവുന്നത്. പല ആളുകളുടെയും, അതായത് ആൻഡ്രോയിഡിൻ്റെ കുറച്ച് പഴയ വേർഷനിലുള്ള ആളുകളുടെ ഫോണിൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് ചലഞ്ചസ് കണ്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആളുകൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലൊക്കേഷൻ എടുക്കുമ്പോൾ ഫോൺ ഹാങ് ആവുന്നു, ഫോൺ ക്രാഷ് ആവുന്നു, ഇങ്ങനെയുള്ള കുറച്ച് കംപ്ലയിൻറ്റ്സ് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ബാക്ക് എൻഡിലുള്ള ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ വേർഷനിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സൊക്കെ വർക്ക് ചെയ്യുന്നിടത്തുണ്ടായ കുറച്ച് ചലഞ്ചസ് ആണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മൊബൈൽ ആപ്പിൽ ചലഞ്ച് ഉള്ള ആളുകൾക്ക് നമ്മളൊരു വെബ് വേർഷൻ കൂടി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ മൊബൈൽ വെബ് ആപ്പ് ഉപയോഗിച്ചിട്ടും ഇനി അത് ചെയ്യാം. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഇഷ്യൂ സോൾവ് ആവും. ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ മറ്റുള്ള ആളുകൾ കാണുന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതായത് ഇത് ലൊക്കേഷൻ വൈസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള ലൊക്കേഷനിലുള്ള ആളുകളുടെ പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അൽഗോരിതം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾ കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് അവരുമായിട്ട് മെസ്സേജ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സർവീസോ അവൈൽ ചെയ്യാം. അങ്ങനെയാണ് വരിക. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ആവശ്യമുള്ള ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മളെടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അത് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഫീച്ചറും കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരാനുള്ള 1-2 മേജർ റിലീസ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് വിസിറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി കാണിക്കാൻ പറ്റുന്ന ഫീച്ചർ നമ്മളതിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ വളരെ സന്തോഷം. കൂടാതെ നിങ്ങളുടെ ഈ കമൻസും നിങ്ങളുടെ ഈ ഫീഡ്ബാക്കുമാണ് നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെ ടെക്നിക്കൽ ടീം ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ
അത്രയും നല്ല രീതിയിൽ ഈ ആപ്പിൻ്റെ പുതിയ പുതിയ വേർഷൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ലേറ്റസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എനിക്ക് ലേഡീസിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന നമ്മുടെ യൂസേഴ്സിനോട് പറയാനുള്ളത്, ആളുകൾക്ക് ചലഞ്ച് ഉണ്ടാവും, ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത് എങ്ങനെയാണെന്നുള്ളത് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആപ്പാണ്. ഞാനോ അല്ലെങ്കിൽ ദിൽഷാദോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജെയ്സലോ പിന്നെ ആളുകളൊന്നും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പിനകത്തൊരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഈ ആപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മേക്ക് യൂസ് ഓഫ് ദാറ്റ്. നമുക്ക് ഈ ഒരു ആപ്പ് വലിയ സക്സസ് ആക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് ഇനിയും നിങ്ങൾ പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇനിയും പറയുക. വി ആർ റെഡി ടു ഹെൽപ്പ് യു. താങ്ക് യു.